ഫസ്റ്റ് ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് സീക്വൻസിങ് പ്രോബ്ലംസ്. അപ്പോൾ പേജ് നമ്പർ 34. അപ്പോൾ സീക്വൻസിങ് പ്രോബ്ലംസ് എന്താന്നുള്ള കാര്യം പറയാം ആദ്യം. സീക്വൻസിങ് പ്രോബ്ലംസ് സെലക്ഷൻ ഓഫ് an appropriate or finite number of different jobs to be done in a finite number of machines is called a sequencing problem. In a sequencing problem, we have to determine the optimal order or optimal sequence of performing the jobs in a such a way that total time or the cost is minimized. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് ജോലികൾ ഉണ്ടാവും, ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷീൻസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഈ ജോലികളൊക്കെ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുക, എല്ലാ മെഷീനിൻ്റെ ഉള്ളിൽ കൂടെയും ഈ ഓരോ ജോലികളും കടത്തിവിടണം. അപ്പൊ ഈ ഓരോ ജോലികളും ഓരോ മെഷീൻ്റെ ഉള്ളിൽ കൂടെയും കടത്തിവിടുമ്പം എടുക്കുന്ന ടൈം, അപ്പൊ ഒരു സീക്വൻസ് പല രീതിയിൽ നമ്മൾ കടത്തിവിടുക. അപ്പം നമ്മളത് പല ജോലികൾ 5 ഡിഫറെന്റ് ടൈപ്പ് ജോലികളുണ്ട്. അപ്പൊ 5 ഡിഫറെന്റ് ആയ ജോലികൾ, ആദ്യത്തെ ജോലി കടത്തിയിടും, പിന്നെ മൂന്നാമത്തെ കടത്തിയിടാം, പിന്നെ അഞ്ചാമത്തെ കടത്തിയിടാം, പിന്നെ നാലാമത്തെ, പിന്നെ രണ്ടാമത്തെ, പല രീതിയിൽ നമുക്ക് ഇങ്ങനെ കടത്തിവിടാം. അപ്പൊ അതിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മെഷീനിലൂടെ കടത്തി വിട്ടാലാണ് നമുക്ക് കയ്യിന് അത്രയും കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കുകയാണ് പരിപാടിയാണ് സീക്വൻസിങ് പ്രോബ്ലംസ്. അപ്പോൾ ഒബ്വിയസ്ലി ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളത് ഇപ്പം കയ്യിൽ 5 മെഷീൻസ് ഉണ്ട്. ഈ 5 മെഷീൻസിന് ജോലി ചെയ്യാൻ 4 ജോലികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഓരോ ജോലി എടുത്ത് നോക്കിങ്ങാട്ട് ഓരോന്നോരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ എന്നുള്ളത് ചോദ്യം വരും. അങ്ങനെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കിങ്ങാട്ട് എന്നിട്ട് ഏതായിട്ടും ലോസ് ടൈം എന്നുള്ള കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദ്യം വരും. പക്ഷെ അങ്ങനെ ചെറിയൊരു നമ്പർ തന്നെ എടുക്കുമ്പം എടുക്കാനുള്ള രീതികളുടെ എണ്ണം കൂടുതലാണെന്ന് കാണിക്കാനുള്ള എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് 5 ജോലി എടുക്കുക, 4 മെഷീനും എടുക്കുക. അപ്പം 5 ജോലി എടുക്കുക. അപ്പം ഫസ്റ്റ് മെഷീൻ എടുക്കുക. അപ്പൊ എല്ലാ മെഷീനിൽ കൂടിയും ഈ ജോലി പോകണം എന്നാണ്. അപ്പൊ ഫസ്റ്റ് മെഷീൻ എടുക്കുക. ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ ഫസ്റ്റ് മെഷീൻ്റെ കൂടെ അപ്പം ഏതൊക്കെ രീതി പോവാം? 1, 2, 3, 4, 5 ജോലി. ഇങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ജോലി, പിന്നെ രണ്ടാമത്തെ ജോലി, മൂന്നാമത്തെ, നാലാമത്തെ ജോലി, പിന്നെ അഞ്ചാമത്തെ ജോലി, ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ ആദ്യം മൂന്നാമത്തെ ജോലി മെഷീൻ എടുത്തിട്ട് പിന്നെ ഒന്നാമത്തെ ജോലി എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ജോലി എടുത്തിട്ട് പിന്നെ അഞ്ചാമത്തെ ജോലി, ഇങ്ങനെയും പോവാം. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ജോലി ആദ്യം എടുത്തിട്ട് ഒന്നാമത്തെ ജോലി, പിന്നെ മൂന്നാമത്തെ ജോലി എടുത്തിട്ട് പിന്നെ ഒന്നാമത്തെ ജോലി എടുത്തിട്ട് പിന്നെ നാലാമത്, ഇങ്ങനെ പല ഇത്. അപ്പൊ ഈ എത്ര സീക്വൻസ് നമുക്ക് കിട്ടും? n⁻5 ഫാക്ടോറിയൽ എമൗണ്ട് ഓഫ് രീതിയിൽ നമുക്ക് ഓരോ ജോലികളും ഈ ഒന്നാമത്തെ മെഷീന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാം. അങ്ങനെ എത്ര മെഷീൻ ഉണ്ട്? അങ്ങനെ 2, 3, 4 മെഷീനുകളുണ്ട്. അപ്പൊ ഓരോ മെഷീനിലൂടെ 5 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് ജോലികൾ കടത്തിവിടാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ഫാക്ടോറിയൽ പവർ 4. 5 ഫാക്ടോറിയൽ into 5 ഫാക്ടോറിയൽ. അപ്പൊ 5 ഫാക്ടോറിയൽ പവർ 4. അത്രക്ക് രീതിയിൽ നമുക്ക് ആ സീക്വൻസുകൾ കിട്ടും. അത്രക്ക് സീക്വൻസ് ഉണ്ട്. അത്രക്ക് രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. 5 ജോബ്സ് 4 മെഷീൻ എന്ന ജോബ് അത്രക്ക് 5 ഫാക്ടോറിയൽ പവർ 4. അപ്പൊ അത്രക്ക് രീതി ചെയ്യാൻ കഴിയും. അപ്പൊ ഓരോ രീതി നമ്മൾ എടുത്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നടക്കില്ല. അത്രക്ക് സ്മോൾ നമ്പർ എടുത്താൽ തന്നെ നടക്കൂല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് 3 പ്രോബ്ലംസ് ആണ്, 3 രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ആ പ്രോബ്ലംസിന്റെ കുറെ കാര്യങ്ങൾ, കുറച്ച് നൊട്ടേഷൻസ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. അപ്പൊ ആദ്യം നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ MIJ എന്ന് പറഞ്ഞാല് I എന്ന ജോബ് J എന്ന മെഷീന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എത്ര ടൈം എടുക്കും. അതായത് I എന്നൊരു ജോബ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ജോബ് ഒരു മെഷീൻ ഉണ്ട്. ഈ മെഷീന്റെ പേര് J എന്ന മെഷീനാണ്. അപ്പൊ ഈ മെഷീന്റെ ഉള്ളിൽ കൂടെ I ഇങ്ങനെ കടത്തി വിട്ടിട്ട് പുറത്തേക്ക് എത്തുമ്പോൾ I എന്ന ജോബ് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി തീരുക. പുറത്തേക്ക് എടുക്കുക പറഞ്ഞാൽ I എന്ന ജോബ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി തീരാൻ എടുക്കുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് MIJ. ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി I എന്ന ആൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ J എന്ന മെഷീന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പുറത്തേക്ക് വരുമ്പോൾ എടുക്കുന്ന ടൈമാണ് MIJ. MIJ is the time taken to travel for this job I to complete inside J മെഷീൻ. J എന്ന മെഷീന്റെ ഉള്ളിൽ നിന്ന് I എന്ന ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് MIJ. TIJ എന്ന് പറഞ്ഞാല് I എന്ന ജോബ് J എന്ന മെഷീനില് ഒരു ജോബ് കഴിഞ്ഞു. അപ്പൊ അടുത്ത ജോബ് ചെയ്യുന്നതിന് മുമ്പ് അഥവാ അയാൾ വെറുതെ കുത്തിരിക്കുകയാണെങ്കിൽ ആ വെറുതെ കുത്തിരിക്കുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് TIJ, ഐഡിയൽ ടൈം ഓഫ് മെഷീൻ J. വെറുതെ ഇരിക്കുന്ന സമയം. അതായത് ഇപ്പം മെഷീൻ MJ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അപ്പൊ മെഷീൻ ഇങ്ങനെ ഒന്നാമത്തെ ജോബ് ചെയ്തു, രണ്ടാമത്തെ ജോബ് ചെയ്തു, ഇങ്ങനെ പോയിട്ട് I-1th ജോബ് ചെയ്ത് കഴിഞ്ഞ്
അത് കഴിഞ്ഞിട്ട് ith ജോബ് ചെയ്യുന്ന ഇടയിൽ ചിലപ്പോൾ ആ ഇടയിൽ ചിലപ്പോൾ സമയം കാരണം i എന്ന ജോബ് വേറെ എന്തോ മെഷീനിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ സമയം വരെ അപ്പൊ അത് കഴിയാൻ വേണ്ടി കാത്തിക്കുക. അപ്പൊ ആ ഐഡിയൽ ടൈം, അതിനാണ് ഐഡിയൽ ടൈം. അപ്പൊ ഈ വെറുതെ ഇരിക്കുന്ന ഈ സമയത്തിനാണ് Tij എന്ന് കൊടുക്കുക, വെറുതെ ഇരിക്കുന്ന സമയം. പിന്നെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എലാപ്സ് ടൈം, എല്ലാ ഐഡിയൽ ടൈമും മെഷീനിൽ പ്രോസസ് ചെയ്യുന്ന ടൈം, എല്ലാ ടൈമും കൂടി കൂട്ടിയിട്ടുള്ള ടൈമാണ് ടി. അതായത് എൻറ്റയർ പ്രോജക്റ്റ് ഈ സീക്വൻസിങ് പ്രോബ്ലം കഴിയാനുള്ള സമയത്തിന്, അതിനാണ് ക്യാപിറ്റൽ ടി എലാപ്സ്ഡ് ടൈം എന്ന് പറയാം. അപ്പൊ MIJ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസിംഗ് ടൈം റിക്വയർഡ് ബൈ ith ജോബ് ഇൻ ദ jth മെഷീൻ. i എന്ന ജോബ് j എന്ന മെഷീന്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ കഴിയാൻ കിട്ടുന്ന സമയം, j എന്ന മെഷീന്റെ ഉള്ളിൽ കൂടെ പോയാൽ കഴിയാൻ കഴിയുന്ന സമയത്തിന് പറഞ്ഞാണ് MIJ. Tij എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ i-1 ജോബ് കഴിഞ്ഞു, ith ജോബിന്റെ ഇടയിൽ j എന്ന മെഷീൻ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയം. അപ്പം ഈ രണ്ടാമത്തെ ആൾ കാണിക്കുന്നത് എന്താണ്? മെഷീന്റെ പേരാണ്. ഫസ്റ്റ് സാധനം കാണിക്കുന്നത് ജോബിന്റെ, ഫസ്റ്റ് i എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ ജോബിന്റെ പേരാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ രണ്ട് ടൈം MIJ Tij രണ്ടും എന്താണ് കാണിക്കുന്നത്? ടൈം ടേക്കൺ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഷീന്റെ ഉള്ളിൽ കൂടെ എടുക്കാനുള്ള സമയം, രണ്ടാമത്തെ പറഞ്ഞാൽ മെഷീൻ വെറുതെ നിൽക്കുന്ന സമയം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ കുറെ സീക്വൻസ് ഉണ്ടാവും. അതിൽ ഏത് സീക്വൻസ് ആണ് നമ്മൾ ഒരു i1 i2 in എന്നുള്ള ഒരു സീക്വൻസ് ഓഫ് പെർമ്യൂട്ടേഷൻ, ഏതോ ഒരു സീക്വൻസ് കണ്ടുപിടിക്കുക. ആ സീക്വൻസിൽ എന്തായിരിക്കും ഈ ടോട്ടൽ ടൈം മിനിമൈസ് ചെയ്യുക. അപ്പൊ ആ സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ അതിന് വേറൊരു കാര്യം മനസ്സിലായി. ഈ M1 M2 നമ്മൾ ഒരാൾ എഴുതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഒരു ജോബ് ആദ്യം M1 ചെയ്ത് കഴിഞ്ഞിട്ട്, M1 എന്ന മെഷീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ M2 എന്ന മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കാണിക്കാനാണ് M1 M2 എന്നുള്ള ഓർഡറിലായിരിക്കും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ജോബ് വിൽ ബി ഡൺ ഇൻ M1 M2 ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം M1 എന്ന മെഷീൻ ആ ജോബ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് M2 എന്ന മെഷീൻ ചെയ്യും എന്നുള്ളതാണ് കാണിക്കാനാണ് M1 M2 എഴുതുക. ഇനി ഇവിടെ പല സീക്വൻസ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ സീക്വൻസ് പ്രോബ്ലം പല അസംഷൻസ് ഉണ്ട്. ഈ സീക്വൻസ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ അസംഷൻസ് നമ്മൾ കരുതി വെക്കണം, ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ കുറെ ഈ അസംഷൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. വാട്ട് ആർ ദ അസംഷൻസ് എന്ന് പറഞ്ഞങ്ങാട്ട് ബിഫോർ ദ അൽഗോരിതം വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് സീക്വൻസിങ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ എന്താണ് അസംഷൻസ്? Assumption number 1. No machine can process more than one job at a time. ഒരു സമയത്ത് ഒരു മെഷീന് ഒരു ജോബേ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ജോബ്, രണ്ട് ജോബ് അടുപ്പിച്ച് ഒരേ സമയത്ത് രണ്ട് ജോബുകൾ ഒപ്പരം ചെയ്യാൻ പറ്റൂല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാഷിംഗ് മെഷീനിൽ ഒരു ഡ്രസ്സ് അലക്കുകയാണെങ്കിൽ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് തന്നെ ഡ്രസ്സ് ഒലുമ്പാനും പറ്റൂല. രണ്ട് ജോബ് ഒപ്പരം ആ മെഷീൻ ചെയ്യാൻ പറ്റൂല. എന്നെങ്കിൽ ആദ്യം ഡ്രസ്സ് അലക്കുക, അത് കഴിഞ്ഞിട്ട് അത് ഒലുമ്പിട്ടെക്കുക എന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്ന് വെച്ചാൽ ഒരു മെഷീൻ ഒരു സമയത്ത് ഒരു ജോബേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ സാധനം, ഈച്ച് ജോബ് വൺസ് സ്റ്റാർട്ടഡ് ഓൺ എ മെഷീൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ജോബ്. അപ്പോൾ ഒരു ജോബ് ഒരു മെഷീൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കഴിയാതെ വേറൊരു ജോബ് ഏറ്റെടുക്കാൻ പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ജോബിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ജോലി ഒരു മെഷീൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ജോലി മൊത്തം തീർന്നിട്ട് പിന്നെ അടുത്ത ജോലിക്ക് മെഷീന് പോകാൻ പറ്റുള്ളൂ. Processing time of MIJs are independent of the order of the processing time of jobs. അപ്പം ഇപ്പൊ മെഷീന് ആദ്യം ജോബ് 1 ചെയ്തു, പിന്നെ കഴിഞ്ഞിട്ട് ജോബ് 2 ചെയ്തു എന്ന് വിചാരിക്കും. ആദ്യം ഒരു ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്തു. അപ്പൊ ആദ്യം ഈ ജോലി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്തു. അതിന് പകരമായിട്ട് ഫസ്റ്റ് തന്നെ രണ്ടാമത് ചെയ്ത ജോലി ആദ്യം ചെയ്തു എന്ന് വിചാരിക്കുക. ആ രണ്ട് രീതി ചെയ്താലും ജോലി എടുക്കുന്ന സമയം മാറൂല എന്നാണ് പറഞ്ഞത്. പ്രോസസിംഗ് ടൈം MIJ is independent of order of processing of jobs. അപ്പം ഇപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഷീൻ ഞാനാണ് വിചാരിക്കുക. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ രണ്ട് ജോലി ഉണ്ട്. ഒരു ജോലി എന്ന് പറഞ്ഞാൽ കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക, അതൊരു ജോലിയാണ്. പിന്നെ അന്ന് രാത്രിയത്തെ ഹോംവർക്ക് ചെയ്യുക, അതൊരു ജോലിയാണ്. അപ്പൊ ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന ജോലിയുണ്ട്, കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് ജോലിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പോയി കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, അതിന് 5 മിനിറ്റ് എടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഹോംവർക്ക് ചെയ്തു, അതിന് 10 മിനിറ്റ് എടുത്തു. അപ്പൊ ഞാൻ ആദ്യം ഹോംവർക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെയെങ്കിലും ഞാൻ ഹോംവർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 10 മിനിറ്റ് മാറൂല. ഞാൻ പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിക്കണതിന്റെ ടൈം 5 മിനിറ്റ് മാറൂല. അപ്പൊ ഏത് ജോബ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. മെഷീന് ടൈമിന് വ്യത്യാസം ഉണ്ടാവൂല. പിന്നെ പ്രോസസിംഗ് ടൈം, അടുത്തത് പ്രോസസിംഗ് ടൈം MIJs ആർ നോൺ ഇൻ അഡ്വാൻസ് ആൻഡ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ഓപ്പറേഷൻ.
അപ്പൊ നമുക്ക് ഒരു ജോബ് ഒരു മെഷീൻ ചെയ്യാനുള്ള സമയം ആദ്യം തന്നിട്ടുണ്ടാവും. അത് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറൂല, ആ ടൈം മാറത്തില്ല, ടൈം വ്യത്യാസം ഉണ്ടാവില്ല. ടൈം റിക്വയർഡ് ഇൻ ട്രാൻസ്ഫറിങ് എ ജോബ് ഫ്രം വൺ മെഷീൻ ടു അതർ മെഷീൻ ഈസ് നെഗ്ലിജിബിൾ. അപ്പം ഒരു ജോലി ഒരു മെഷീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആ ജോലി മറ്റേ മെഷീൻ ചെയ്യാൻ എടുക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, അതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന സമയം എന്നുള്ള സാധനം 0 ആണ്. ഇതിന്റെ ഇടയ്ക്ക് സമയം എടുക്കൂല എന്നുള്ള സാധനമാണ് പറഞ്ഞത്. അതായത് ജോലി ഒന്ന് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അടുത്ത ആ മെഷീൻ അടുത്ത ജോലി മെഷീൻ ചെയ്യും. അതായത് മെഷീൻ ഇപ്പോൾ ആ ജോലി ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ജോലി കഴിഞ്ഞ് ഇറങ്ങി അപ്പം തന്നെ ആ ജോലി അടുത്തതിലേക്ക്, ആ ജോബ് അടുത്ത മെഷീനിലേക്ക് കയറും. അതിന്റെ ഇടയിൽ ആ ജോബിന് അടങ്ങിയിരിക്കുന്ന സമയമല്ല. മീൻസ് ആ ഒരു മെഷീനിൽ നിന്ന് മറ്റേ മെഷീനിലേക്ക് ജോബ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടൈം എടുക്കൂല. ആൻഡ് ദർ ഈസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഈച്ച് മെഷീൻ. ഒരു മെഷീന്റെ പോലെ ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ, വേറൊരു മെഷീൻ അതേപോലെ ഉണ്ടാവില്ല. അപ്പൊ യുണീക്ക് ആയിരിക്കും ആ മെഷീൻ. അപ്പം ഈ 6 അസംഷൻസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്ത 3 പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം.